രതീഷ്, ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പുറപ്പെട്ടത് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് പുറപ്പെട്ടത്. ഗോതുരുത്ത്, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ, പൊഞ്ഞലത്തമ്മ, തുരുത്തിപ്പുറം 4 വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് ഫൈനൽ മത്സരങ്ങൾ ഉള്ളത്. ഇനിയുമുണ്ട് ചെറുവള്ളങ്ങൾ ചുരുളൻ, വെപ്പ് ബി ഗ്രേഡ്, ഒപ്പം തന്നെ ഇരുട്ടുകുത്തി എ ഗ്രേഡ്, വെപ്പ് എ ഗ്രേഡ്, ചുണ്ടൻ. 4 മത്സരങ്ങൾ, ചെറുവള്ളങ്ങളുടെ 4 ഫൈനൽ മത്സരങ്ങൾ കൂടി കഴിഞ്ഞാലാണ് ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളിലേക്ക് വരിക. ചുണ്ടൻ വള്ളങ്ങളുടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലായിരിക്കും ആദ്യം നടക്കുക. അതിനുശേഷം ലൂസേഴ്സ് ഫൈനൽ, പിന്നാണ് നമ്മളെല്ലാവരും നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ഫൈനൽ മത്സരം വരിക. ആരാണിത്തവണ കപ്പടിക്കുക എന്നുള്ള, ആരാണിത്തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക എന്നുള്ളത്, ആരാണിത്തവണ വള്ളംകളിയിലെ വേൾഡ് കപ്പ് നേടുക എന്നുള്ളതിന് ഏതാനും നിമിഷങ്ങൾ കൂടി. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 5 മണിയോടുകൂടി ഫൈനൽ നടത്തണമെന്നായിരുന്നു. പക്ഷേ എന്നാൽ ഇത് വള്ളംകളിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡുകൾക്ക് ഒരു അംശത്തിൽ പോലും വലിയ വിലയുള്ളത് കൊണ്ട് ഓരോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി, എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം മത്സരങ്ങൾ ആരംഭിക്കാൻ. അതിനൊരു സമയമുണ്ടാവും, അതിനൊരു സമയക്രമം ഉണ്ടാകും, അതിനൊരു ചെറിയ സമയത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റമുണ്ടാകും. നമുക്ക് ഒരു രാവിലെ 11 മണിയോടുകൂടി എത്തിയ ആളുകളാണ് എനിക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ഒരു കുപ്പി വെള്ളം പോലും കുടിക്കാൻ വേണ്ടി, ഒരു കവൽ വെള്ളം പോലും ഇറക്കാൻ വേണ്ടി പോകാതെ ഇവിടെ കാത്തിരിക്കുന്ന കൊച്ചുകുട്ടികളുണ്ട്. അവരെല്ലാം വലിയ ആവേശമാണ്. കാരണം പ്രത്യേകിച്ച് കൊച്ചുവള്ളങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു പ്രാദേശികമായ ഒരു വികാരം കൂടിയുണ്ട്. കാരണം വലിയ വള്ളങ്ങളിൽ, ചുണ്ടൻ വള്ളങ്ങളിലൊക്കെ വള്ളം നമ്മുടെ ആണെങ്കിലും കരക്കാരായിരിക്കില്ല അതിൽ ഭൂരിഭാഗം വള്ളങ്ങളും തുഴയുന്നത്. എന്നാൽ ഈ ചെറുവള്ളങ്ങളിൽ ഭൂരിഭാഗവും തുഴയുന്നത് ആ കരക്കാർ തന്നെയാണ്. ആ കര കൂട്ടായ്മയിൽ പിറക്കുന്ന വള്ളമാണ്. ആ കരയുടെ തന്നെ കൂട്ടായ്മയിൽ തുഴഞ്ഞു നീങ്ങുന്ന വള്ളം കൂടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വൈകാരികതയുണ്ട്. ഈ വള്ളങ്ങൾക്കൊക്കെ ഇപ്പോൾ നടക്കുന്ന ഇരുട്ടുകുത്തി വള്ളം, അതിൻ്റെ പേര് പോലെ ഇരുട്ടിനെ കുത്തി എറിഞ്ഞു പോകുന്ന വള്ളമാണ് ഇരുട്ടുകുത്തി. ചുണ്ടൻ വള്ളമായാലും ഇരുട്ടുകുത്തി വള്ളമാണ്. ഇതെല്ലാം യുദ്ധം, കായംകുളം രാജാവിൻ്റെയൊക്കെ കാലത്ത് യുദ്ധങ്ങളിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ യുദ്ധത്തിന് ശത്രു സൈന്യത്തെ നേരിടാൻ വേണ്ടിയൊക്കെ രൂപം കൊടുത്ത വള്ളങ്ങളാണിതെല്ലാം. ഓരോ വള്ളങ്ങൾക്കും, ചുണ്ടൻ വള്ളമായാലും ചുരുളൻ വള്ളമാണെങ്കിലും ഇവയ്ക്കെല്ലാം ഒരു ചരിത്രമായ പ്രാധാന്യമുണ്ട്. പല ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അന്ന് ഈ വള്ളങ്ങൾ പണിഞ്ഞത്. ഇപ്പോൾ അവരൊരു കരയുടെ അഭിമാനമായിട്ടും ആവേശമായിട്ടും ഒക്കെ മാറി പിന്നീട് അതൊരു കളിവള്ളങ്ങളിലേക്ക്, മത്സരങ്ങളിലേക്ക് വന്നെങ്കിലും ഈ വള്ളങ്ങൾക്കൊക്കെ വലിയ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉണ്ട്. ചെറുവള്ളങ്ങളെന്നോ വലിയ വള്ളങ്ങളെന്നോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ നെഹ്റു ട്രോഫിക്ക് കുറച്ചുകൂടെ ഒക്കെ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ചെറിയ കളിവള്ളങ്ങൾ ഒക്കെ വരും. നമ്മൾ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതെന്നാണ് ദൃശ്യങ്ങൾ തോന്നിപ്പിക്കുന്ന. മാർഷൽ അവിടേക്ക് എത്തിയോ? ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയോ? ആരാണ്? തുരുത്തിപ്പുറം 20 നമ്പർ വള്ളം തുരുത്തിപ്പുറം ചുരുളൻ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. 4ാമത്തെ ട്രാക്കിലൂടെ തുരുത്തിപ്പുറം ഇതാ ചാമ്പ്യന്മാരായിരിക്കുന്നു. തുരുത്തിപ്പുറം എന്തൊരു വരവാണെന്നറിയോ? കട്ടയ്ക്കുള്ള മത്സരമാണ്. പക്ഷെ തുരുത്തിപ്പുറമാണ് ഒന്നാമതേക്ക് എത്തിയത്. തുരുത്തിപ്പുറത്തിന്റെ 1ാം തുഴക്കാരൻ എഴുന്നേറ്റ് നിന്ന് തുഴയുന്ന ഒരു കാഴ്ച വരുന്ന ആൾക്കാർ, അതായത് വരുന്ന സമയത്ത് ഓരോ ആൾക്കാരും, ഓരോ വള്ളംകളി പ്രേമികളും ആർപ്പ് വിളിക്കുന്ന സമയത്ത് വള്ളക്കാരുടെ കൈകളിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ആ ആവേശം, ആ എനർജി കയറുന്ന സമയത്താണ് ഇത്രത്തോളം ആവേശം ഉണ്ടാകുന്നത്, ആ ഒരു തുഴയുടെ കരുത്തുണ്ടാവുന്നത്. അതുതന്നെയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇത് ഒരു ജലയുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാനും മാർഷേട്ടനും അക്ഷയും അഞ്ജനയും രഘുവും അടക്കമുള്ള ആൾക്കാർ. എന്തൊരു രസമുള്ള കാഴ്ചയാണ്. ആ കിഴക്ക് ചെറിയ രീതിയിൽ ആകാശം ഇരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല. കാര്യം ഇവിടെ തീവാർന്ന പോരാട്ടം നടക്കാൻ പോവാണ്. അതുകൊണ്ട് ഇവിടെ മഴ പെയ്യാൻ സാധ്യതയില്ല. ആ വലിയ ആവേശത്തോടു കൂടി ഓരോ ഹൗസ് ബോട്ടുകൾക്ക് മുകളിൽ കയറുന്ന ഇതര സംസ്ഥാനക്കാരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, വിദേശികളുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ കുട്ടനാടിന്റെ ആർപ്പ് വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിസുജ്വലമായ മത്സരങ്ങൾ തുടരുകയാണ്. പുന്നമടക്കായലിൽ ജലപൂരം അതിൻ്റെ ഏറ്റവും വലിയ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കരകളെല്ലാം നിറഞ്ഞ് ജനസഞ്ചയം എത്തിയത ആവേശപൂർവ്വം വരവേൽക്കുകയാണ് വള്ളംകളിയെ.